ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമാണോ? ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ ബിഗ് ബോസിലെത്തിയ രേണുസുതി അല്ലേ, നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അവര് മര്യാദയ്ക്ക് കൊച്ചു കൊച്ചു ആൽബങ്ങളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസും അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തി ജീവിച്ചു പോയ ഒരു സ്ത്രീയെ കളിയാക്കിയും പരിഹസിച്ചും ട്രോളിയും അവരെ വൈറലാക്കി ഏഷ്യാനെറ്റ് ശ്രദ്ധയിൽപ്പെടുത്തി അവരെ ബിഗ് ബോസിൽ കയറ്റിയപ്പോഴത്തേന് എല്ലാ മലയാളികൾക്കും സമാധാനമായി അല്ലേ. ഇപ്പൊ ബിഗ് ബോസ് ചെയ്തപ്പം അതിന് കുത്തം ശരിക്കും ആ സ്ത്രീ എന്ത് തെറ്റാണ് ചെയ്തത്? അവര് ശരിക്കും പറഞ്ഞാൽ അവര് കൊലപാതകിയാണോ? അവരാരെങ്കിലും കൊന്നോ? അത് അവരാരെങ്കിലും പിടിച്ചു പറിച്ചോ? അവരാരെങ്കിലും ദ്രോഹിച്ചോ? ആ സ്ത്രീ ഒന്നും ചെയ്തു, ഒരു തെറ്റും ആ സ്ത്രീ ചെയ്തിട്ടില്ല. അവരെന്തൊക്കെയോ എന്താ പറയാ, അവർക്ക് എന്തൊക്കെയോ എന്തെങ്കിലും അവളല്ല എന്തെങ്കിലും ഒരു അവരുടെ അഭിനയത്തിലോ അല്ല അവർ ഈ പറയുന്ന അവർ കാണാൻ വലിയ ഭംഗി എല്ലാവരും നോക്കുമ്പോൾ അവർ പറഞ്ഞ മറ്റുള്ള നടികളെ പോലെ പ്രമുഖ നടികളമാരെ പോലെ വലിയ സൗന്ദര്യമില്ല ഇല്ലേ, അവർക്ക് പൊക്കമില്ല, അവർക്ക് വണ്ണമില്ല, അവരുടെ പല്ല് പൊന്തിയിരിക്കുന്നത്, എന്തെല്ലാം കുറ്റങ്ങളാണ് കണ്ടുപിടിച്ച് ആ സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്തത്. അതിൻ്റെ ആവശ്യം എൻ്റെ നോട്ടത്തിലില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ സത്യം സോഷ്യൽ മീഡിയയിലെ ഒരു അതിജീവിതയാണ് ആ സ്ത്രീ. ഞാൻ അങ്ങനെ പറയുന്നു, അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു അതിജീവിതയാണ് ആ സ്ത്രീ. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ ജീവിക്കുക, അത്ര തന്നെ. ഇപ്പൊ എന്തായി? ഒടുവിൽ ഇപ്പൊ എന്തായി? ഈ തെറി പറഞ്ഞും അവരെ പരിഹസിച്ചും അവർക്ക് നെഗറ്റീവ് കമന്റിലൂടെ നടക്കുന്നതൊക്കെ നമ്മളൊക്കെ ഇപ്പോഴും എവിടെ കിടക്കുന്നത്? രേണുസുതി എന്ന ആ സ്ത്രീ എവിടെ നിൽക്കുന്നു? ശരിക്കും പറഞ്ഞാൽ അവരെ ട്രോള് ചെയ്തും അവരെ പരിഹസിച്ചും അവരെ കളിയാക്കി അവരെ ചീത്ത വിളിച്ചും നെഗറ്റീവ് കമന്റ് ഇട്ടാണ് ആ സ്ത്രീയെ വൈറലാക്കിയതാണ്. അതല്ലേ സത്യം? അതാണ് സത്യം. അതുകൊണ്ട് അവര് അവരുടെ വഴിക്ക് വിടുക, അവര് അഭിനയിക്കുകയോ അവര് ജീവിക്കുകയോ, അവരാരും ദ്രോഹിക്കുന്നില്ലല്ലോ. അവർക്കറിയാവുന്നവരൊക്കെ അവരൊക്കെ അവരെന്തേലും ഒക്കെ കാണിച്ചു കൂട്ടി അവരഭിനയിച്ചോ, അവര് പൈസ വാങ്ങിക്കോ, അവര് ജീവിക്കുകയോ, അവരെന്തെങ്കിലും ചെയ്യട്ടെ. ഇത് നമ്മളെ ആരെയും അവര് ദ്രോഹിക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല, ഉണ്ടോ? പിന്നെ അവരെ അവരുടെ വഴിക്ക് വിടുക, അവർക്ക് അവിടെ നമുക്ക് നമ്മളെ വഴി, അവനവന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും രേണുസുതി നമ്മുടെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയായ നമ്മുടെ ബിഗ് ബോസിൽ ചെന്നെത്തിയത് ഈ നെഗറ്റീവ് കമന്റുകളുടെ